ഞാനിവിടെ 2 ഫോട്ടോ വയ്ക്കാം. ഒന്ന് രമേശ് പിഷാരടി, ഒന്ന് രാഹുൽ മാങ്കൂട്ടം. നിങ്ങളൊന്ന് പറ, ഇവരിൽ ആര് നിന്നാലാണ്, പാലക്കാട് മത്സരിക്കാൻ നിന്നാലാണ് നിങ്ങളെ സപ്പോർട്ട്, നിങ്ങളെ പിന്തുണ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കൊടുക്കുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ പറയും, ഞാൻ ഉറപ്പായിട്ട് അക്ഷരം തെറ്റാതെ ഞാൻ പറയും, ഞാൻ പിന്തുണയ്ക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു രാഷ്ട്രീയ കറകളഞ്ഞൊരു രാഷ്ട്രീയ പ്രവർത്തകനെ തന്നെയായിരിക്കും ഞാൻ പിന്തുണയ്ക്കാൻ പോകുന്നത്. അതിനകത്ത് യാതൊരു മാറ്റവും. അപ്പം അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നതെങ്കിൽ, രാഹുലാണ് പാലക്കാട് മത്സരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണം. കാരണം എത്ര ആളുകൾ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്, രാഹുൽ പാലക്കാട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, രാഹുൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേരെ. അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ ഒന്ന് ചാനലിന് കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. കാരണം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളിൽ രാഹുലിന് പിന്തുണ കൊടുക്കണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ രാഹുലിന് പൂർണ്ണ പിന്തുണയോടുകൂടി നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും, രാഹുലിന് പൂർണ്ണ പിന്തുണ. ഞാനിപ്പം പറഞ്ഞല്ലോ, എനിക്ക് വ്യക്തിപരമായിട്ട് രാഹുലിനെ അറിയത്തില്ല. ഇപ്പോൾ ഒരുപാട് ആളുകൾ വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻ്റ് ഇടാറുണ്ട്, രാഹുലിൻ്റെ PR വർക്കല്ലേ, രാഹുലിൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ടല്ലേടാ നീ ഇങ്ങനെ വന്നിരുന്ന് വിളിപ്പിക്കുന്നത്, രാഹുലിൻ്റെ കയ്യിൽ നിന്ന് നീ എത്ര പൈസ മേടിച്ചിടാ എന്നതൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു കാലിച്ചായെങ്കിലും കുടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുവാണെന്നുണ്ടെങ്കിൽ, ഈ കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ തെളിയിക്കുവാണെന്ന്, എല്ലാവരും ഒന്നല്ല, ചുരുക്കം ചില ആളുകൾ അങ്ങനെയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനോട് വിരോധമുള്ള ആളുകൾ. ചിലപ്പോൾ അവരായിരിക്കും PR ടീമുകളെ കൊണ്ട് കമൻ്റ് ഇടിപ്പിക്കുന്നത്. അങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാരോട് ഞാൻ പറയുവാണ്, ഞാനൊരു കാലിച്ചായ പോലും പുള്ളിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് കുടിച്ചിട്ടാണ് വന്നിരുന്ന് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അന്ന് ഞാൻ നിർത്തും. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി, രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ ഞാൻ അന്ന് നിർത്തും. സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഞാൻ എന്നൊരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ രാഹുൽ എന്നൊരു വ്യക്തിയെ കണ്ടിട്ടുള്ളത്, കാരണം ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ഈ ഭരണപക്ഷത്തായിക്കോട്ടെ പ്രതിപക്ഷത്തായിക്കോട്ടെ ഏത് പ്രസ്ഥാനത്തിലിരിക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു പ്രവർത്തകനെ സംബന്ധിച്ച് ആ ഒരു വ്യക്തികളിൽ നിന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ വ്യത്യസ്തമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി എടുക്കുന്ന ഓരോ നിലപാടുകൾ, പുള്ളി ഓരോ വിഷയങ്ങളിൽ റീസെൻ്റായിട്ട് ഇപ്പം അവസാനമായിട്ട് നമ്മൾ കണ്ടതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് രാഹുലിൻ്റെ നിലപാടും, രാഹുൽ പറയുന്ന കാര്യങ്ങളൊക്കെ, പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങളും, പുള്ളി പറയുന്ന ഓരോ വാക്കുകളും അത് കൊള്ളേണ്ടടുത്ത് കൊള്ളുന്ന രീതിയിലും അത്രയും അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ആ ഒരു രാഷ്ട്രീയത്തെയും അയാൾ എതിർക്കുന്ന ആ വിഷയങ്ങളിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, 100% ജെന്യുവനാണ്, സത്യം ആണെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ രാഷ്ട്രീയത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നെ പുള്ളിയുടെ പേഴ്സണൽ എല്ലാവരും വ്യക്തിപരമായിട്ട് എല്ലാവരും നല്ല ആളുകളെന്ന് ഞാൻ പറയുന്നില്ല. അവരുടേതായിട്ടുള്ള റിയൽ ലൈഫിനകത്ത് ചിലപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കും. അതുപോലൊരു തെറ്റ് സംഭവിച്ചു. പക്ഷേ അയാളെ തിരുത്തിക്കൊണ്ട് വരേണ്ടത് ആ ഒരു പ്രസ്ഥാനത്തിലുള്ള ആളുകളും അയാളെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആളുകളും കൂടിയാണ്. അതുകൊണ്ട് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരുന്നവരെ എൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ വന്ന് തെറി വിളിച്ചാലും എനിക്കൊരു ചുക്കുമില്ല, അത്ര തന്നെ. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചൊരു ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് വേണം. അതുകൊണ്ട് എല്ലാവരും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. അപ്പം രമേശ് പിഷാരടി പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് രമേശ് പിഷാരടി നിങ്ങൾ ജയിക്കത്തില്ല. 8 അല്ല 16 നിലയല്ല, 28 നിലയിൽ നിങ്ങൾ പൊട്ടി താഴെ വീണ് പാളീസാവും. നിങ്ങളെന്നൊരു വ്യക്തി ചിലപ്പോൾ നല്ലൊരു മനുഷ്യനായിരിക്കും, നല്ലൊരു ഹ്യൂമൻ ആയിരിക്കാം. പക്ഷേ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത്ര വലിയ അറിവില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ കയറി പൊട്ടി മുളച്ചങ്ങോട്ട് കയറി അങ്ങ് ഇരിക്കുമല്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിന് വേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് രാഷ്ട്രീയപരമായിട്ട് സാമൂഹികപരമായിട്ട് ഈ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ഇടയ്ക്കൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുകയും കുറേ എക്സ്പീരിയൻസ് ഒക്കെ അതിലൂടെ നേടിയെടുത്ത് മുമ്പോട്ട് വരുന്ന ആളുകളെയൊക്കെ രാഷ്ട്രീയത്തിൽ അവരെയൊക്കെ നമുക്ക് രാഷ്ട്രീയത്തിൽ ഒരു സീറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് നമുക്ക് പിന്തുണച്ചു കൊണ്ടുവരാനൊക്കെ സാധിക്കും. കാരണം
അവരെക്കാളും അറിവ് എന്തായാലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അപ്പുറത്ത് നിന്നെടുത്ത് ഇപ്പുറത്ത് വയ്ക്കുന്ന ഒരാൾക്ക് എന്തായാലും കാണത്തില്ല. അത് വേറൊരു കാര്യം. ഇപ്പോൾ രമേശ് പിഷാരടിയെ സംബന്ധിച്ച് പുള്ളി ഒരു കൊമേഡിയൻ ഒരു ആക്ടറാണ്. അതുപോലെ TV പ്രോഗ്രാമുകളിലൊക്കെ അവതരിക്കും. പുള്ളിയുടെ പ്രൊഫഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിങ് ആണ് അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ പാലക്കാട് വന്ന് മത്സരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പാലക്കാട് അത് മത്സരിച്ച് ജയിച്ചാൽ തന്നെ പുള്ളിയെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പുള്ളിയെ കൊണ്ടൊന്നും ആ പാലക്കാടിന് ജയിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. പുള്ളി ഈ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ പ്രൊഫഷനുമായിട്ട് മുമ്പോട്ട് പോകും, അത് രാഷ്ട്രീയമായിട്ട് പുള്ളി മുമ്പോട്ട് പോകും. നിങ്ങളൊന്ന് പറ. അങ്ങനെയാണെന്നെങ്കിൽ പൂർണ്ണമായിട്ടും പുള്ളിയുടെ പ്രൊഫഷനായിട്ടുള്ള ഈ കല നിർത്തിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരണം, പൂർണ്ണമായിട്ട് പിന്മാറണം. ഇപ്പം തന്നെ സുരേഷ് ഗോപി കണ്ടില്ലേ, കേന്ദ്രമന്ത്രി ആയതിനു ശേഷം പുള്ളി കലാപരമായിട്ടുള്ള പ്രോഗ്രാമുകളിലൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഗസ്റ്റായിട്ട് അല്ലെങ്കിൽ ക്ഷണിക്കുമ്പോഴത്തേക്ക് പോകുന്നതല്ല, അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ പോകുന്നതല്ലാതെ പുള്ളി പൂർണ്ണമായിട്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ മറ്റുള്ള പ്രൊഫഷൻ, അങ്ങനെ പോകണം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് പുള്ളിയുടെ ഓർമ്മ തൊട്ട്, അല്ലെങ്കിൽ പുള്ളി ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് പുള്ളിയുടെ സ്കൂൾ കോളേജ് കാലം തൊട്ട് മുതലേ പുള്ളി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അടിയുറച്ച വിശ്വാസത്തിലൂടെ പുള്ളി ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമരങ്ങൾ, ഒരുപാട് വേദനകൾ, റീസെൻ്റായിട്ട് ഇപ്പം നിൽക്കുന്ന ഈ പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് വരെ എത്തി നിൽക്കുന്ന വിഷയങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ എന്തുകൊണ്ടും പുള്ളിയെപ്പോലെ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെയാണ് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ സീറ്റ് കൊടുക്കേണ്ടതും ഇതുപോലെ മേലോട്ട് കയറി വരാനെ കൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ പാലക്കാടിൻ്റെ മണ്ണിലേക്ക്, അല്ലെങ്കിൽ പാലക്കാട് എന്നല്ല എവിടെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അത് UDFൻ്റെ ഏറ്റവും വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള ഈ ആരോപണങ്ങളിലൊക്കെ ഒരു കഴമ്പുമില്ലെന്ന് കോടതിയിൽ വരെ കണ്ടെത്തിയിരിക്കുകയാണ്. കോടതി വരെ പുള്ളി നിരപരാധിയാണ്, അല്ലെങ്കിൽ കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉഭയകക്ഷി സമ്മത പ്രകാരം നടന്നിട്ടുള്ള കാര്യത്തിൽ ഒരാളെ മാത്രം കുറ്റക്കാരനാക്കി ചിത്രീകരിക്കാൻ, അല്ലെങ്കിൽ ഒരാളെ മാത്രം കുറ്റക്കാരനാക്കി തടങ്കലിലടയ്ക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല എന്ന് കോടതിയിൽ നിന്ന് വരെ ആ ഒരു വിധി വന്നെയാണ്, അല്ലെങ്കിൽ വിധി പ്രഖ്യാപനം വന്നെയാണ്, നമ്മൾ കണ്ടതാണ്. അപ്പം ഈ ഒരു വിഷയമായിട്ട്, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് രാഹുലിന് പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുള്ളത്. കാരണം ഇതൊരു കള്ളക്കേസാണ്. ഒരു സ്ത്രീകൾ അല്ലെങ്കിൽ ഒന്നിലേറെ സ്ത്രീകളുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു വ്യക്തിയെ തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാഹുലിന് പൂർണ്ണ പിന്തുണയുമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് അമ്മമാരും സഹോദരിമാരും ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും ആളുകളും കുട്ടികളൊക്കെയാണ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് രാഹുലിന് പിന്തുണ അറിയിച്ചു വന്നിട്ടുള്ളത് അല്ലേ. അതിൽ ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു ഒരു 80% സ്ത്രീകളാണ്, വീട്ടമ്മമാരാണ്. കാരണം അവർക്കറിയാം സത്യം എന്താണെന്ന് അവർക്കറിയാം. അവരൊരു സ്ത്രീ ആയതുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ ഒരു കള്ളപ്പരാതിയിൽ ഒരു യുവാവിൻ്റെ ജീവിതം തകരരുത്, അല്ലെങ്കിൽ ഒരു യുവാവിൻ്റെ രാഷ്ട്രീയ മേഖല തകർത്ത് അയാളെ ആ ഒരു രാഷ്ട്രീയ പദവിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ പ്രതികരിച്ച് തുടങ്ങി. ഞാനിവിടെ ഒരു യുവതിയുടെ പുള്ളിക്കാരി വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഞാൻ തോന്നുന്നു. അപ്പം യാദൃച്ഛികമായിട്ട് കാണാൻ ഇടയുണ്ടായി. അപ്പം ആ യുവതി പറയുന്ന കാര്യങ്ങൾ ഞാനിവിടെ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. കറക്റ്റായിട്ടുള്ള 100% ആ യുവതി പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിലാണ് അവർ ഈ ഒരു രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ അവർ നല്ല നിരീക്ഷണം നടത്തി. നല്ല രീതിയിലാണ് അവർ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അവർ കണ്ടെത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞിട്ടുള്ള പൊതുവേ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ചർച്ചകളിൽ നിന്ന് കാണുന്നതും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിശകലനം ചെയ്ത് കണ്ടെത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യം ഏതാണ് അല്ലെങ്കിൽ കള്ളം ഏതാണെന്നൊക്കെ നമ്മൾ വിശകലനം ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അതുപോലെയാണ് ഈ യുവതിയുടെ വാക്കുകളെന്ന് എനിക്ക് തോന്നി. 100% ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളാണ്, സത്യസന്ധമായിട്ടാണ് ഈ സഹോദരി അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആദ്യം തന്നെ അവർക്ക് ബിഗ് സാല്യൂട്ട് കാണാം. ഇത്രയും നല്ല ഒരു കോൺഫിഡൻസോടുകൂടി കാരണം ഈ ഒരു വിഷയത്തിൽ വന്നിരുന്ന് സംസാരിക്കാൻ, ചിലപ്പോൾ ഇവർക്കെതിരെ വിമർശനമായിട്ട് പല ആളുകളും ചിലപ്പോൾ ഇത് കാണുന്ന ആളുകളും വന്നേക്കാം. പക്ഷേ എങ്കിൽ തന്നെ സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ് ഈ യുവതി ഇവിടെ പങ്കുവച്ചിട്ടേക്കുന്നത്. എന്തായാലും നിങ്ങളത് കണ്ടു നോക്കേ. പോപ്പപ്പ് ചെയ്തു വരുന്ന കുറച്ച് ന്യൂസുകളുണ്ട്, അത് നമ്മളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ അങ്ങനെ ചിന്തിച്ചു എനിക്ക് കിട്ടിയൊരു പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞത്. ലെറ്റ് മി ടെൽ യു, ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനല്ല, ഞാൻ ആരുടെയും ഫാനല്ല. ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങനെ കുറേ ന്യൂസുകൾ കണ്ട് ഫാക്റ്റുകൾ ആയിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിച്ചപ്പോൾ
മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണകൂടം എതിർ ശബ്ദങ്ങളെ നേരിടുന്ന അല്ലെ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു രീതിയെ പറ്റിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും റീസെൻ്റ്ലി നടന്ന ഒരു ഉദാഹരണമാണ് ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പേരോടൊക്കെ ചോദിച്ചു, കുറച്ച് ന്യൂസൊക്കെ റീഡ് ചെയ്തു. ഞാൻ പിന്നെ എൻ്റെ കോമൺ സെൻസ് യൂസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പഠിച്ച് വന്നു. അപ്പം മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു, ഞാനൊരു ഇന്ത്യൻ പൗരയാണല്ലോ, ഇപ്പോഴും ഞാനൊരു ഇന്ത്യൻ പൗര തന്നെയാണ്, ഇന്ത്യയിലില്ല എങ്കിൽ പോലും. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാനുള്ളൊരു അവകാശമുണ്ട്. മേ ബി അതിൻ്റെ ഒരു കടമ കൂടിയായിരിക്കാം. കാരണം യുവത്വം എപ്പം നിശബ്ദമാകുന്നു അപ്പോഴാണ് അനീതികൾ തലപൊക്കുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. സോ പ്രയോജനം ഉണ്ടാവുകയോ ഇല്ലയോ അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഈ രാഹുൽ മാങ്കുട്ടത്തിനെ പറ്റി പറയുമ്പോൾ വിദ്യാഭ്യാസവും വാഗ്മിത്വവും രാഷ്ട്രീയ ബോധവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു യുവ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ചില സ്പീച്ചുകൾ അല്ലെങ്കിൽ ഡിബേറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് മനസ്സിലാവും. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും ഹിസ്റ്ററിയിലും ബിരുദമുള്ള ഒരു വ്യക്തിയാണ്. സോ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ഇപ്പോൾ LDFിൻ്റെ ആയാലും UDFിൻ്റെ ആയാലും BJPയുടെ ആയാലും വിദ്യാഭ്യാസമില്ലാത്ത നമ്മുടെ നേതാക്കന്മാരുടെ ഇടയിൽ ഇന്നത്തെ തലമുറയിൽ കുറേ പേരൊക്കെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുണ്ട്. അതിലൊരു ഇച്ചിരി ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു രാഹുൽ മാങ്കുട്ട. അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ നമുക്ക് കേട്ടാൽ നമുക്ക് നന്നായിട്ടത് മനസ്സിലാവും. അദ്ദേഹം കൊടുക്കുന്ന ആൻസേഴ്സ് എങ്ങനെ അദ്ദേഹം യുവത്വത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം നമ്മുടെ LDFിൻ്റെ ഒരു പിന്തുടർന്ന് വരുന്ന ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളെ ആയുധമാക്കിക്കൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ, എനിക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാട്ടോ, എൻ്റെ തെരുവിളിക്കാൻ വരരുത്, ഞാൻ മനസ്സിലാക്കിയ ഒരു രീതി വെച്ച് ഞാൻ ഓക്കെ, പുള്ളിക്കാരി പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വിദ്യാഭ്യാസവും വിവരവും ഈ രാഷ്ട്രീയത്തിൽ ഇപ്പം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സും കുസ്തിയും മതി രാഷ്ട്രീയത്തിലേക്ക് തിളങ്ങാൻ. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് നടക്കത്തില്ല. ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ രാഹുൽ മാങ്കുട്ടത്തിനെ പോലെ വിദ്യാഭ്യാസവും വിവരവും ഷാഫി പറമ്പിലെ കണ്ടില്ലേ, ഓരോ കാര്യങ്ങൾ എവിടെ ചെന്നാലും അത് സ്വന്തം രാജ്യത്തെ കാര്യം മറ്റൊരു രാജ്യത്തിൽ നിന്ന് അവതരിപ്പിക്കണമെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്ത് മേലോട്ട് നല്ല വിദ്യാഭ്യാസവും വിവരവും ഇതുപോലെ നല്ല തൻ്റെ ഏത് കാര്യത്തിലും എവിടെയും നല്ല ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം ഈ യുവതി പറഞ്ഞിട്ടുള്ള പോലെ ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഡിബേറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമാണ് അല്ലേ. അത്രയും മൂർച്ചയേറിയ വാക്കുകൾ പറയേണ്ടടുത്ത് പറയുന്നത്, എതിരെ വരുന്ന അമ്പ് അതെങ്ങനെ ഒടിച്ച് കളയണം എന്നുള്ള രീതിയിലേക്കാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ മറുപടിയൊക്കെ നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം ഇതുപോലെ വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകളെയാണ് നമ്മളെ കേരള രാഷ്ട്രീയത്തിന് ഇനി ആവശ്യം. അല്ലാതെ പണ്ടത്തെ 5ാം ക്ലാസ്സും കുസ്തിയും കൊണ്ട് ഇനി നടക്കത്തില്ല. ഇപ്പോൾ തന്നെ AR റഹീമിൻ്റെ കേസ് നമ്മൾ കണ്ടാണ്. കർണാടകയിൽ ചെന്നിട്ട് ഇംഗ്ലീഷ് അടിച്ച് AR റഹീമിൻ്റെ കർണാടക കേസല്ല, അതിനു മുമ്പ് നമ്മൾ പാർലമെൻറ്റിലൊക്കെ കാണുന്നതാണ്. ഒട്ടും ഇംഗ്ലീഷ് അറിയാതെ അവിടെ ചെന്നിരുന്ന് ബബ്ബപ്പ അടിക്കുന്ന. അപ്പോൾ ഇതുപോലെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ആളുകളാണ് കേരള രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ കേരളത്തിനെ തന്നെ ഇപ്പം ഈ AR റഹീം പോലുള്ള ആളുകളൊക്കെ അപമാനിച്ചല്ലോ. കാരണം അപമാനിച്ചെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിൽ. കാരണം അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, മറ്റുള്ള രാജ്യത്തിലേക്ക്, മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ട് ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവർ ചിന്തിക്കും, ഇതുപോലുള്ള ആളുകളാണല്ലോടെ, അല്ലെങ്കിൽ ഇതുപോലെ വിദ്യാഭ്യാസമില്ലാത്ത ജന്മങ്ങളാണല്ലോ കേരള രാഷ്ട്രീയത്തിലിരിക്കുന്നതെന്നൊക്കെ ആളുകൾ അവർ മാനിപ്പുലേറ്റ് ചെയ്യും അല്ലേ. കാരണം നമ്മുടെ നാട്ടിൽ വാർത്താ ചാനലുകളെ പോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങൾ, മറ്റുള്ള രാജ്യത്തെ വാർത്താ ചാനലുകാരും അതൊക്കെ എടുത്തിട്ട് അലക്കി നമ്മളെ ഒരു കേരളത്തിനെ, നമ്മളെ മലയാളികളെ തീരെ വില കുറച്ച് കാണുന്ന രീതിയിലോട്ട് അത് പോകും. അപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതുപോലെ രാഹുൽ മാങ്കുട്ടത്തിനെ പോലെയുള്ള വിദ്യാഭ്യാസവും വിവരവും അതുപോലെ ഈ ഷാഫി പറമ്പിൽ പോലുള്ള ആളുകളെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം. ഇവരെ പോലുള്ള ആളുകളെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇനി ആവശ്യം. പിന്നെ തെറ്റുകൾ സംഭവിക്കാത്ത ആളുകളില്ല, തെറ്റുകൾ സംഭവിക്കുന്നിടത്ത് തിരുത്തുക. 1 വട്ടം തിരുത്തുക, 2 വട്ടം തിരുത്തുക, 3ാമത്തെ വട്ടം അതിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിനൊരു നടപടി എടുക്കും. അതാണ് വേണ്ടുന്നത്. അപ്പം ഒരു തെറ്റ് ആർക്കും പറ്റൂടെ. പുള്ളിക്കാരന് പറ്റിയൊരു തെറ്റെന്ന് പറയാൻ കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വലിയ കൊലപാതകമോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ക്രൂരതയൊന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞിട്ടുള്ള ഉഭയകക്ഷി പ്രകാരം, സമ്മതപ്രകാരം, അതും കല്യാണം കഴിഞ്ഞിട്ടുള്ള യുവതികൾ പുള്ളിയെ സമീപിച്ചപ്പോഴത്തേക്ക് പുള്ളിയെടുത്ത് സ്നേഹമാണ്, മണ്ണാങ്കട്ടയാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിലോട്ട് പുള്ളി വീണുപോയി. അതും അവർ വിവാഹിതയാണെന്ന് അറിയാതെയാണ് പുള്ളി അതിലോട്ട് വീഴുന്നത്. അതിനുശേഷം വിവാഹിതയാണെന്ന് അറിഞ്ഞതിന് ശേഷം പുള്ളി പിന്മാറുന്നു. അപ്പോൾ പിന്മാറിയതിൻ്റെ വൈരാഗ്യത്തിൽ അവർ ചെന്ന് പരാതി പറയുന്നു. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് കോടതിയും പറഞ്ഞിട്ടുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരാളെ മാത്രം ഇതിനകത്ത് കുറ്റക്കാരനാക്കി കാണാൻ സാധിക്കത്തില്ല. ഇതൊരു കുറ്റകരമല്ലാത്തൊരു സംഭവമാണെന്ന് കോടതി വരെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ബാക്കിയും കൂടെ യുവതിക്ക് പറയാനുള്ളത് ബാക്കിയും കൂടെ ഒന്ന് കണ്ടു നോക്കേ. ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം നമ്മുടെ LDFിൻ്റെ ഒരു പിന്തുടർന്ന് വരുന്ന ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളെ ആയുധമാക്കിക്കൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ, എനിക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാട്ടോ, എൻ്റെ തെരുവിളിക്കാൻ വരരുത്, ഞാൻ മനസ്സിലാക്കിയ ഒരു രീതി വെച്ച് ഞാൻ വലിയ ഇതൊന്നും അല്ല. അതുകൊണ്ട് എൻ്റെ കൊച്ചു ബോധത്തിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. നമ്മുടെ
സ്വപ്ന സുരേഷിനെയും സരിതേനെയും ഒക്കെ ഇട്ട് എത്ര പ്രാവശ്യം അവർ ആയുധമാക്കിയെടുത്തു. ഉമ്മൻചാണ്ടിനെ പോലുള്ള ഒരു ഭയങ്കര സപ്പോർട്ടുള്ള അത്രയും നല്ലൊരു മനുഷ്യനെ, അത്രയും വലിയൊരു മനുഷ്യനെ താഴെ ഇറക്കാനും കല്ലെറിയാനും വാക്കുകൊണ്ടും ആയുധം കൊണ്ടും മുറിവേൽപ്പിക്കാനും ഉപയോഗിച്ച ഒരു പേരാണ് സരിത എന്ന് പറയുന്ന ആൾ. കാരണം അവരെ കുറ്റം പറയുകയല്ല, എനിക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ ഒരുപാട് കേട്ട് വന്നു ഇലക്ഷനോട് അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ആയുധങ്ങൾ തീരുമ്പോൾ എടുക്കുന്ന ഒരു ആയുധമാണ് ഈ പെണ്ണുങ്ങളെന്ന് പറയുന്നത്. സോ സരിത പോയി, സ്വപ്ന പോയി, അതിനുശേഷം വന്ന പേരിപ്പോൾ ഇരകൾ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് പേര് തുറന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ ഇരകളെ കൊണ്ടുവന്നു. അപ്പം ആ ഒരു കുരുക്കിലോട്ട് വീണുപോയ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ തന്നെ വീണുപോയ വ്യക്തി എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു അടുത്ത ഒരു ഭരണത്തിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇറക്കിയ ഒരു ആയുധമാണ്. ഇവർക്കും വലിയ രീതിയിലൊരു ഒപ്പോസ് ആകേണ്ടിയിരുന്ന, ഒരു എതിരാളി ആകേണ്ടിയിരിക്കുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു നമ്മുടെ രാഹുൽ മാങ്കൂട്ടം. പാലക്കാട് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു, നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ. പിന്നെ ഭാവിയിലെ ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു യുവ നേതാവ് എന്ന രീതിയിൽ നിന്ന് ഒരു മിനിസ്റ്റർ പദവിയിലേക്ക് ഉയരാൻ സാധ്യതയുള്ള ഒരു അല്ലെങ്കിൽ കടക്കിലെ വെട്ടാൻ ശ്രമിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഇരകളെന്ന് പറയുന്ന ആൾ അറ്റ്ലീസ്റ്റ് ചെറിയ രീതിയിലെങ്കിലും കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ റേപ്പ് കേസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കേസിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇന്നും അത് കോടതിയുടെ അണ്ടറിൽ ഇൻവെസ്റ്റിഗേഷനിൽ അല്ലെങ്കിൽ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. പുള്ളി ഇപ്പം ബെയിലിലാണ്. അപ്പം അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയണ്ട. അപ്പം കോടതി, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നീ കുറ്റവാളിയാണ് എന്നൊരു അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് വരെ അദ്ദേഹം കുറ്റവാളിയല്ല, ആരോപണ വിധേയനാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. സോ നമുക്ക് ഈ റേപ്പ് കേസൊക്കെ എടുക്കുവാണെങ്കിൽ ഇപ്പം ഒരുപാട് പ്രമുഖരെ വിവരമുള്ളവർ ഇതിനെപ്പറ്റി ഒത്തിരി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിനെതിരെ ഒന്നിലധികം ആരോപണങ്ങൾ വന്നിട്ടുണ്ട് കുറേ സ്ത്രീകളുടെ അടുത്തുനിന്ന്. സോ അവരെ ബലാത്കാരമായി ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്ന ആ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ ആ ഒരു കേസിനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ലെങ്കിൽ ആ ആരോപണം ഉന്നയിച്ചവരുടെ കൂടെ നിന്നിട്ട് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതും പറയുന്നതിൽ ഒരുപാട് യുവാക്കളും അതായത് ബോധമുള്ളവരുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുണ്ട്. നമുക്ക് ഈ പ്രായമായവരെ പറഞ്ഞു തിരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ മമ്മി ഒരു ഭയങ്കര വലിയ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. മമ്മി ഭയങ്കര ഡീപ്പായിട്ട് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം മമ്മീനെയൊക്കെ പറഞ്ഞ് തിരുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ മകനെ കളിയാക്കി പറയുന്നതല്ല, പക്ഷേ അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ജനറേഷനെ പറ്റിയാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരായിട്ടുള്ളവർ എന്തുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ അത് രാഷ്ട്രീയ അടിമകളായി നമ്മളെല്ലാം മാറിയതുകൊണ്ടല്ലേ, ചിന്തിക്കാനുള്ള നമ്മുടെ ആ ഒരു കഴിവ് നമ്മൾ പണയം വെച്ചതുകൊണ്ടല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പ്രാവശ്യം നമ്മളെ റേപ്പ് ചെയ്യാം, ഓക്കെ, തടങ്കലിൽ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ പുറം ലോകവുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ നമ്മളെ റെസ്ട്രെയിൻ ചെയ്ത് വെച്ച് രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം നമ്മളെ റേപ്പ് ചെയ്യാം. ഇങ്ങനെ ഒരു നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പറ്റും. പക്ഷേ ഉഭയകക്ഷി സമ്മതപ്രകാരം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിന് ശേഷം എന്തോ പ്രതീക്ഷിച്ചുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം ഇതിനകത്ത് വേറെ തിരുത്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് UDF അല്ലെങ്കിൽ LDF ഇങ്ങനെ ഒരു ഭാഗം മാത്രം അല്ലെങ്കിൽ ഒരു പക്ഷം മാത്രമാണ് ഇത് ചെയ്യുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് LDFിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇതിനകത്ത് ഭരണപക്ഷത്തിനും പങ്കുണ്ട്, അതുപോലെ പ്രതിപക്ഷത്തിനും പങ്കുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് സംഭവിച്ചൊരു വിഷയത്തിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്ക് മാത്രമേ ഇതിനകത്ത് പങ്കുള്ളൂ. ആണ് ഉമ്മൻചാണ്ടി സർക്കാരിനെ തകർക്കാൻ വേണ്ടി കളിച്ച കളിയാണത്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വിഷയം വന്നതിൽ പിന്നാണ് ആ ജനങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയത്. ഇതിനകത്ത് രണ്ട് പക്ഷത്തിനും ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും തുല്യ പങ്കാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കളിക്കുന്നത് പ്രതിപക്ഷം തന്നെയാണ്. കാരണം സ്വന്തം പാർട്ടിയിലുള്ള ഒരാളെ അടിച്ചു താത്തിട്ട് മേലോട്ട് കയറി വരാനുള്ള പരിപാടികളാണ് ഈ പ്രതിപക്ഷത്തുള്ള ആളുകൾ കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ട് നേരെ അത് കൊണ്ടുപോയി അപ്പുറത്തെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടങ്ങിടുവാണ്. അവരാണ് ഇതെല്ലാം ചെയ്തതെന്ന് വരുത്തി തീർക്കുവാണ്. അതാണ് ഇവിടെ എനിക്ക് മനസ്സിലായൊരു കാര്യം. അപ്പം ഇത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇതിനകത്ത് പങ്കുണ്ട്. ഏറ്റവും കൂടുതൽ പങ്ക് പ്രതിപക്ഷത്തിന് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി നിരപരാധിയാണെന്ന് കോടതി വരെ പുള്ളിയോട് പറഞ്ഞ് ജാമ്യം അനുവദിച്ചു കൊടുത്തിട്ട് പോലും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെടുക്കാത്തത്. അപ്പോൾ എന്തിൻ്റെ പേരിലാണ് തിരിച്ചെടുക്കാത്തത്? ഇത്രയും ജനങ്ങൾ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചെടുക്കണം, രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് കൊടുക്കണം എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, നിരന്തരം വീഡിയോ ഇടുന്നുണ്ട്, കമൻറ്റുകളിലൂടെ അവരെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ട് തിരിച്ചെടുക്കുന്നില്ല? ഇതിലും വലിയ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള, ഇത് കുറ്റമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. അപ്പോൾ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് തെണ്ടിത്തരങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും സീറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും അവർ അധികാരത്തിലുണ്ട്, ഇപ്പോഴും അവർ ഈ ഓരോ കസേരകളിൽ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല? അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ഇതിൽ പ്രതിപക്ഷത്തിന് ഒരുപാട് പങ്കുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി കയറി വന്നു കഴിഞ്ഞാൽ എനിക്കത് ദോഷം ചെയ്യും, എൻ്റെ കസേരയുടെ കാലൊടിയുന്ന തരത്തിലുള്ളൊരു വിഷയമാണ് രാഹുലിൻ്റെ കയറി വരക്കം ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനത്തിലുള്ള എല്ലാ ആളുകളെന്നും പറയുന്നില്ല, എണ്ണി പറയാൻ പറ്റുന്ന ഒരു 5-6 ആളുകളുടെ
ഒരു അജണ്ടയുടെ ഭാഗമായിട്ട്, ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് രാഹുലിനെ എങ്ങനെയെങ്കിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് എടുത്തു കളയുക. കാരണം രാഹുൽ അറിയാലോ, രാഹുൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ തന്നെയും പുള്ളി വേറൊരു പാർട്ടിയിലേക്കോ പോകത്തില്ല, വേറൊരു പാർട്ടിയിൽ ചെന്ന് ജോയിൻ ചെയ്യത്തില്ല. ഈ പ്രസ്ഥാനത്തിൽ, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എതിരായിട്ട് എവിടെയും മത്സരിക്കത്തില്ല എന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും തിരിച്ചെടുക്കാതെ പുറത്ത് നിർത്തിയിരിക്കുന്നത്. കാരണം രാഹുൽ എന്നൊരു വ്യക്തി കറ കളഞ്ഞൊരു കോൺഗ്രസ് പ്രവർത്തനമാണ്. പുള്ളി തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള 24-ന് എക്സ്ക്ലൂസീവ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ രാഹുൽ ഞാനെന്നൊരു വ്യക്തിയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയെ എടുത്ത് കളയാൻ സാധിക്കത്തില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക്, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഉള്ള ആളുകൾക്ക് രാഹുൽ എന്ന വ്യക്തിയെ പുഷ്പം പോലെ എടുത്ത് കളയാൻ സാധിക്കുമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ്, അതൊക്കെ നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് രാഹുൽ എന്നൊരു വ്യക്തിയെ ഇപ്പോഴും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാതെ പുറന്തള്ളി കളഞ്ഞേക്കുന്നത്, പുറത്ത് നിർത്തിയേക്കുന്നത്.